ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമായിരിക്കില്ല ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ തമ്പാനൂർ പ്രദേശം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ ചടങ്ങ്, വലിയൊരു ആഘോഷം, വലിയൊരു ജനക്കൂട്ടം വന്ന സ്ഥലമാണ് തമ്പാനൂർ എന്ന് പറയാത്ത തരത്തിൽ അവർ ഇതെല്ലാം വെടിപ്പാക്കി വൃത്തിയാക്കി ഈ കോർപ്പറേഷൻ ജീവനക്കാർ മാറ്റി. അത്തരത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു നാട് ഒന്നാകെ ഒത്തൊരുമിച്ചുള്ള ഒരു ഉത്സവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൂർത്തിയാകുന്നത്. ഇനി 1 വർഷം നീളുന്ന കാത്തിരിപ്പാണ്. അത് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം ഇവിടെ പലരോടും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൊങ്കാല കഴിഞ്ഞ് അടുത്ത പൊങ്കാല ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ അതെല്ലാം ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ നമുക്ക് അടുത്ത പൊങ്കാലയ്ക്ക് വരണമോ എന്ന് മനസ്സിൽ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയാൽ പോലും ആറ്റുകാലമ്മ ഇവിടേക്ക് അവരെ കൊണ്ടുവരും എന്ന പലരുടെയും അനുഭവങ്ങൾ അവർ പറഞ്ഞ അത് നമ്മുടെ ചെവിയിൽ ഇപ്പോഴും മുടങ്ങുകയാണ്. അങ്ങനെ ഏതായാലും വലിയ സംതൃപ്തിയോടുകൂടി ആളുകൾ മനം നിറഞ്ഞ് മടങ്ങുന്ന കാഴ്ചയാണ് തമ്പാനൂരിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ബസ്സുകൾ, അധികമായി ബസ്സുകളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ബസ്സുകളിലേക്കൊക്കെ ആളുകൾക്ക് നടന്ന് പോകാൻ കഴിയും. കാരണം പനവിള മുതൽ ഈ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് പരിസരം വരെ ഇടതുവശം ചേർന്ന് ബസ്സുകളുണ്ട്. അത് MC റോഡിലേക്കും അതോടൊപ്പം തന്നെ NH-ലേക്കും പോകുന്ന ബസ്സുകളാണ്. അതോടൊപ്പം ഈ കടന്നു വരുന്ന ബസ് കിളിമാനൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സാണ്. ആ ബസ്സിൽ തന്നെ നോക്കിയാൽ കാണാം എന്തുമാത്രം തിരക്കാണ് ആ ബസ്സിൽ അനുഭവപ്പെടുന്നത്. കാരണം അത്രയും ആളുകൾ ആ ഒരു പ്രദേശത്തു നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂർ വരെയുള്ള സ്ഥലത്തിന് ഇടയ്ക്ക് പോകാനുള്ളവരാണ് ഇവരെല്ലാം. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബസ്സുകളിൽ കയറി ഇങ്ങനെ പോകുന്നു. അതിൽ ചെറിയ കുട്ടികളുണ്ട്, വളരെ പ്രായമായവർ ഉണ്ട്. അങ്ങനെ അവരെല്ലാം ഈ കാണുന്ന പ്രതികൂലമായ കാലാവസ്ഥ പോലും അല്ലെങ്കിൽ വെയിലും ചൂടുമൊക്കെ സഹിച്ച് ഇത്തരത്തിൽ അത് ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരുന്നത്. പലരും പുറത്തു നിന്നുള്ള ജില്ലകളിൽ നിന്ന് പലരും കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ തന്നെ ഇവിടെ എത്തി. ഈ പറയുന്ന സ്ഥലത്തൊക്കെ അന്തിയുറങ്ങി, ഈ കാണുന്ന സ്ഥലത്തൊക്കെ അന്തിയുറങ്ങി ഇവിടെ നിന്നും ലഭിക്കുന്ന ആഹാരം കഴിച്ച് ഈ ചൂടും വെയിലുമൊക്കെ സഹിച്ച് എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ടുള്ള മനം നിറഞ്ഞ് അവർ മടങ്ങുകയാണ്. ഇപ്പോൾ ഏതായാലും തിരുവനന്തപുരം നഗരം നമ്മൾ രാവിലെ കണ്ടതുപോലെയല്ല, ശൂന്യമായി തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തമ്പാനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്തെ റോഡിൽ നിന്നും ആളുകൾ പൂർണ്ണമായി ഏതായാലും മാറിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകളുടെ ഒരു വലിയ ജനപ്രവാഹം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു വലിയ നീണ്ട നിര റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര